ഒരു വ്യക്തിയുടെ ജീവിതം ഒട്ടേറെ ഘടകങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഇതിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോർത്തിണക്കി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ഐറ്റം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേരളത്തിൽ പൊതുവെ വെഡ്ഡിങ്സിൻ്റെ ഒരു തീം മാറി വരികയാണ്. പാലസ് വെഡ്ഡിങ്, മുഗൾ വെഡ്ഡിങ്സ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. ഇതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലിടുക, കുറച്ച് വിനാഗിരിയും ഒഴിച്ച് രാത്രി ഫുൾ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴുകി കഴിഞ്ഞാൽ ഈ കറ മുഴുവൻ മാറിക്കിട്ടും. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണത്. ഏതായാലും നമുക്കിനി ഒരു കുക്കറി ഷോ കാണാം. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ഐറ്റം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കോൺഫ്ലേക്സ് കുക്കീസ് ആണ്, അല്ലെങ്കിൽ ഇതിന് മെൽറ്റിംഗ് മൊമെൻറ്റ്സ് എന്നും നമുക്ക് പേര് വിളിക്കാം. കോൺഫ്ലേക്സ് കുക്കീസ് അല്ലെങ്കിൽ മെൽറ്റിംഗ് മൊമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് മൈദ 150 ഗ്രാം, അതുപോലെ ഐസിങ് ഷുഗർ 120 ഗ്രാം, അതുപോലെ ബട്ടർ വേണം. അൺസോൾട്ടഡ് ആയാലും സോൾട്ടഡ് ആയാലും കുഴപ്പമില്ല. അത് 90 ഗ്രാംസ് വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ട. അത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമ്മൾ മുട്ട ഇതിനെ യൂസ് ചെയ്യാൻ. അതുപോലെ പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് പൗഡർ ആവശ്യമാണ്. പിന്നെ വാനില എസൻസ്. സാധാരണ കോൺഫ്ലേക്സ് നമുക്ക് പൊടിച്ചെടുത്ത് അതിൽ വേണം നമ്മളിത് റോൾ ചെയ്ത് ബേക്ക് ചെയ്യാൻ. ഇത്രയുമാണ് നമ്മുടെ കോൺഫ്ലേക്സ് കുക്കീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നിച്ച് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത് യോജിപ്പിക്കണം. അപ്പോൾ മൈദ അങ്ങനെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൽ നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് യോജിപ്പിച്ചതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മൈദ ബേക്കിംഗ് പൗഡർ ചേർത്ത് യോജിപ്പിച്ച് വെച്ചു. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അത് ഐസിങ് ഷുഗറും ബട്ടറും നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ടതിന് ശേഷം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ചേർക്കണം. 120 ഗ്രാം ഐസിങ് ഷുഗറും 90 ഗ്രാം ബട്ടറുമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റർ വെച്ച് യോജിപ്പിക്കണം. നമുക്കിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രിയിൽ ഓവൻ സെറ്റ് ചെയ്തു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഐസിങ് ഷുഗറും ബട്ടറും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഐസിങ് ഷുഗറും ബട്ടറും ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട, അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയും വാനില എസൻസും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗറും ബട്ടറും നമ്മൾ വേറൊരു ബൗളിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്കിത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഐസിങ് ഷുഗറും ബട്ടറും നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നു. മുട്ടയുടെ എന്തെങ്കിലും മണം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് വാനില എസൻസ് ചേർത്തിരിക്കുന്നത്.
ഇപ്പോൾ രണ്ടും ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് വീതം ഇതിലേക്ക് നമ്മൾ 3 പ്രാവശ്യം ബേക്കിംഗ് പൗഡർ വെച്ച് ചേർത്ത് തെള്ളി വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് കുറച്ച് വീതം ഇടാം. ഒരുപാട് ഒന്നിച്ച് ഇടരുത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മെൽറ്റിംഗ് മൊമെൻറ്റ്സിൽ ഒരു അല്പം ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ചിലർക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഓപ്ഷണലായിട്ടുള്ളൊരു ഐറ്റമാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിലേക്ക് നമുക്കിത് ചെറിയ റോൾസ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഒരു വലുപ്പത്തിലൊരു ട്രേ, ഒരല്പം ബട്ടർ ആദ്യം അതിൽ നന്നായി തൂത്തതിന് ശേഷം അതിന് മുകളിലൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്ത് മേടിക്കാൻ കിട്ടുന്ന ഐറ്റമാണ്. ഈ കുക്കീസ് ചെറിയ ഉരുളകളാക്കി ഇതിലേക്ക് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സ് ആദ്യം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കോൺഫ്ലേക്സ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബാറ്റർ ഓരോന്നും ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഇതിൽ റോൾ ചെയ്തെടുക്കണം. കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ഓരോ കുക്കിയും ചെറിയ റോളാക്കി കോൺഫ്ലേക്സിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. കറക്റ്റ് നല്ല ബോൾ ഷേപ്പിൽ വരണ്ട. നമ്മൾ ആദ്യത്തെ കുക്കി നമ്മളിവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ അത് ആവശ്യത്തിന് പരന്നു വരും. ഓരോ കുക്കിയും ചെറിയ ഉരുളകളായിട്ട് എടുത്താൽ മതി, ഒരുപാട് വലിപ്പം വേണ്ട, കാരണം ഇത് കുക്കിംഗ് ടൈം അതനുസരിച്ച് കൂടും. ഇപ്പോൾ നമ്മൾ അടുത്ത കുക്കി വെക്കുമ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഇത് വെക്കാൻ, കാരണം ഇത് ബേക്ക് ആകുമ്പോഴേക്ക് ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഓവനിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. ഓവൻ്റെ അപ്പ് ആൻഡ് ഡൗൺ പൊസിഷനിലാണ് ഇത് മിഡിൽ ആയിട്ട് വെക്കണം. അതായത് 2 സൈഡിലും ഓവൻ്റെ ആ ഒരു ഹീറ്റ് വരത്തക്ക വിധത്തിൽ വേണം കുക്കീസ് നമ്മൾ സെറ്റ് ചെയ്യാൻ. മിഡിൽ പോർഷനിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മെൽറ്റിംഗ് മൊമെൻറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തെടുക്കാം. കുക്കീസ് പുറത്തെടുക്കുമ്പോൾ ഇത് ഒരുവിധം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊരു 1 മണിക്കൂർ വരെ പുറത്ത് ഇതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഫാനൊന്നും ഇടാതെ അങ്ങനെ തന്നെ തണുക്കാൻ അനുവദിക്കണം. അതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാൻ. നമുക്കിതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക. മെൽറ്റിംഗ് മൊമെൻറ്റ്സ് വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഹെൽത്ത് ക്ലബ്ബിൽ പോവാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യോഗ. പലരും നമ്മൾ യോഗ ചെയ്യാൻ മെനക്കെടാറില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് യോഗ ചെയ്യാൻ സാധിക്കും. ഈ സെഗ്മെൻ്റ് ഒന്ന് കണ്ടു നോക്കൂ.
ഞാനിപ്പോൾ 15 വർഷത്തോളമായിട്ടുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. യോഗ പഠിപ്പിക്കാനും തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി. ധാരാളം സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് പഠിച്ചു പോകുന്നുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസം തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് അതിൽ നിന്ന് വളരെയധികം ഉന്മേഷം ലഭിക്കുന്നതാണ്. ഇതിൽ മെയിനായിട്ടുള്ള സൂര്യ നമസ്കാരം, വജ്രാസനത്തിലിരിക്കുക, പിന്നെ ഭുജംഗാസനം, ധനുരാസനം, ഉഷ്ട്രാസനം, ഇങ്ങനെയുള്ള എല്ലാ ആസനങ്ങളും, പിന്നെ ലേഡീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ആസനമാണ് സർവാംഗാസനം. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ യോഗയിലെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിക്കും മൈൻഡിനും നല്ല ഉന്മേഷവും ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്നു. ഇതൊരു പോസിറ്റീവ് എനർജി നമുക്ക് ദിവസം മുഴുവൻ ലഭിക്കാൻ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്ത വഴി നേടാവുന്നതാണ്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ 24 സ്റ്റെപ്സാണുള്ളത്. ഇടത്തെ കാലിലും 12 സ്റ്റെപ്സ്, വലത്തെ കാലിലും 12 സ്റ്റെപ്സാണ്. ഇത് രണ്ടും കൂടി 24 സ്റ്റെപ്സ്. അങ്ങനെ ഒരു 12 സെറ്റ്സ് ഒരു സാധാരണക്കാരന് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു. സൂര്യ നമസ്കാരം നമ്മൾ അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കായിരിക്കണം. ഭക്ഷണം ശേഷം ഒരിക്കലും സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ ആസനങ്ങളോ ചെയ്യാൻ പാടില്ല. ഇപ്പം രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് നമ്മുടെ ദിനചര്യകൾ ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം ആസനങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിൽ മെയിനായിട്ടും സൂര്യ നമസ്കാരം അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി സൂര്യ നമസ്കാരം ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് കൈകൾ രണ്ടും ചേർത്ത് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നടുവ് നിവർന്ന് എപ്പോഴും സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഈ 2 കൈയും എടുത്ത് തൊഴുത് പിടിച്ച് നെഞ്ചിന് നേരെ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം പുറകിലേക്ക് കൈയും തലയും ഒപ്പം വളയ്ക്കുക. ശ്വാസം കളഞ്ഞുകൊണ്ട് സാവകാശം കൈകളും തലയും താഴത്തേക്ക് കുനിഞ്ഞ് നിലത്ത് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലെഫ്റ്റ് കാല് സാവകാശം പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എല്ലാ വശവും ടച്ച് ചെയ്യുക. ഇനി റൈറ്റ് കാലും അതുപോലെ തന്നെ ബാക്കിലേക്ക് നടുവ് തളർത്തിയിട്ട് നിൽക്കുക. സാവകാശം മുട്ടും നെഞ്ചും നെറ്റിയും മാത്രം നിലത്ത് ടച്ച് ചെയ്യുക. സാവകാശം അതിൽ നിന്ന് ഭുജംഗാസനത്തിലേക്ക് പൊങ്ങി നിൽക്കുക. കൈപാദവും കാലിൻ്റെ പാദവും മാത്രമേ നിലത്ത് ടച്ച് ചെയ്യാമുള്ളൂ. ഇനി മൗണ്ടൻ പോസ്റ്ററാണ്. അങ്ങനെ തന്നെ സ്ട്രെച്ച് ചെയ്ത് തല ഉള്ളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എത്രയും സ്ട്രെച്ച് ചെയ്യാമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക. ഇനി ഇടത്തെ കാല് മുൻപിലേക്ക് ഇട്ട് വെക്കുക. ഈ വലത്തെ കാല് നിലത്ത് ടച്ച് ചെയ്യുക. ഈ കൈ കുത്തി പൊങ്ങും. അതിനോടൊപ്പം തന്നെ വലത്തെ കാല് മുമ്പിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് നന്നായിട്ട് വളയുക. സാവകാശം കൈ രണ്ട് ചെസ്റ്റിന് നേരെ തൊഴുത് പിടിച്ചേക്കുക. ഇത് തന്നെ വലത്തെ കാലിൽ ആവർത്തിക്കുക. റൈറ്റിൽ വജ്രാസനം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. ലേഡീസിനാണ് കൂടുതലും ഗുണം. നമ്മുടെ എല്ലാ ഇന്നറിലുള്ള എല്ലാ അവയവങ്ങൾക്കും വളരെയധികം നല്ലതാണ് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റിയ ആസനമാണ്. ഇതിന് പ്രഗ്നൻസിയുടെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. ഈസി ആയിട്ടുള്ള പ്രസവത്തിനൊക്കെ അത് വളരെ നല്ലതാണ്. കാലുകൾ രണ്ടും നീട്ടി സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഈ സാവകാശം വലത്തെ കാല് ബാക്കിലേക്ക് മടക്കി മുട്ടുമടക്കി, അതുപോലെ തന്നെ ഇടത്തെ കാലും നന്നായിട്ട് നടു നിവർന്നിരിക്കുക.
ഇനി അതിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ എക്സസൈസ് ചെയ്യാം. ആദ്യം അപ്പ് ആൻഡ് ഡൗൺ, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം കളഞ്ഞുകൊണ്ട് താഴത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, റൈറ്റിലേക്ക് തിരിയുക, തല ചരിക്കുക, ശ്വാസം കളഞ്ഞു സ്ട്രെയിറ്റ് വരിക, ലെഫ്റ്റിലേക്കും. ഇത് തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുക. വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാണായാമം പരിശീലിക്കാം. ആദ്യം വലത്തെ മൂക്ക് അടച്ചു പിടിച്ച് ശ്വാസം നന്നായി വലിച്ചെടുക്കുക. ഇടത്തെ മൂക്കും അടച്ചു പിടിക്കുക. ഇത്തിരി നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. സാവകാശം വലതുവശത്തു കൂടി ശ്വാസം പുറത്തേക്ക് കളയുക. ഇതുപോലെ തന്നെ വലതുവശത്തു കൂടി വലിച്ചെടുക്കുക. രണ്ടും അടച്ചു പിടിക്കുക. ഇടതുവശത്തു കൂടി പുറത്തേക്ക് കളയുക. ഇത് തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുക. പ്രാണായാമം ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ, എപ്പോഴും വലതേ മുക്കിൽ കൂടി വലിച്ചെടുത്താൽ എപ്പോഴും ഓപ്പോസിറ്റായിട്ടുള്ള ഇടത്തെ മുക്കിൽ കൂടി പുറത്തേക്ക് കളയുമ്പോൾ അതിൽ കൂടി തന്നെ പിന്നീട് എടുക്കാം. എന്നാലും എപ്പോഴും പുറത്തേക്ക് കളയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കണം. എടുക്കുന്നതിലും സമയമെടുത്ത് വേണം പുറത്തേക്ക് കളയാൻ. നോർമൽ ഒരു ആൾക്കാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻറ്റിനാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇതിൽ തന്നെ കുംഭകം എന്ന് പറഞ്ഞൊരിതുണ്ട്. ഒന്ന് തല കുനിച്ചിരിക്കും, കുറച്ച് നേരം ഒന്ന് അടച്ചു പിടിച്ചിരുന്നിട്ടുള്ളത്. BP ഒരു പേഷ്യൻറ്റിന് ഒരിക്കലും അങ്ങനെ കുംഭകം ചെയ്യാൻ പാടില്ല. ഇതാണ് പ്രാണായാമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എല്ലാവർക്കും നൽകുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇത് അഭ്യസിക്കുക. പറ്റുന്നവർ, സാധിക്കാത്തവരാണെങ്കിലും വീട്ടിൽ ആദ്യം പോയി പുറത്ത് പോയി പഠിക്കുക. ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുക യോഗ. എപ്പോഴും അങ്ങനെ പഠിക്കാമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശ്വാസങ്ങളെല്ലാം തെറ്റി, ശ്വാസം ശരിക്കും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം വീട്ടിലിത് നമുക്ക് തനിയെ പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് യോഗ അഭ്യസിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. കുറച്ച് നമ്മൾക്ക് ഡോക്ടറെ കാണലൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. കേരളത്തിൽ പൊതുവെ വെഡ്ഡിങ്സിൻ്റെ ഒരു തീം മാറി വരികയാണ്. ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ഹോൾ അല്ലെങ്കിൽ ആ ഒരു വെന്യൂവിൽ നമ്മുടെ സ്റ്റേജിൻ്റെ ഡിസൈൻ കറക്റ്റ് എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. വെഡിങ്ങിൽ മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ആകാം, എൻട്രൻസ് ഡെക്കോർ, സീലിംഗ് അറേഞ്ച്മെൻറ്റ്സ്, സീറ്റിംഗ്, സെൻറ്റർ പീസസ്, ടെക്നിക്കലായിട്ടുള്ള ലൈറ്റ്, സൗണ്ട് അറേഞ്ച്മെൻറ്റ്സ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യും. ഞാൻ 6 ഇയേഴ്സ് ആകുന്നു ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് വന്നിട്ട്. ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു ഫീൽഡിൽ സ്ത്രീകൾ വളരെ കുറവായിരുന്നു. ആ വരുന്ന സമയത്ത് എനിക്ക്
എനിക്ക് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു പ്ലാനിങ്ങിലൂടെയും ടൈം മാനേജ്മെൻറ്റിലൂടെയും വെഡ്ഡിങ്സ്. അതല്ലാതെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് ആൾക്കാർ കേരളത്തിൽ വന്ന് വെഡ്ഡിങ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ്. കേരളത്തിൽ നിന്ന് പുറത്തു പോയി ചെയ്യുന്ന രീതിയിലുള്ള വെഡ്ഡിങ്സ് വളരെ കുറവാണ്. പക്ഷേ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് നടക്കാറുണ്ട്. ഫ്യൂച്ചറിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടാമറിൻ വെഡ്ഡിങ്സിൻ്റെ യൂണിക്നെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഷോപ്പിംഗ് അസിസ്റ്റൻസ് ചെയ്യാറുണ്ട്. അതായത് പുറത്തുനിന്നുള്ള NRIസിന് കൂടുതലും കേരളത്തിൽ വരുന്ന സമയത്തിന് ഷോപ്പിങ്ങിന് ആവശ്യമുള്ള അസിസ്റ്റൻസ് ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത ഡിസൈനും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല. പിന്നെ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. കേരളത്തിൽ പൊതുവെ വെഡ്ഡിങ്സിൻ്റെ ഒരു തീം മാറി വരികയാണ്. പാലസ് വെഡ്ഡിങ്, മുഗൾ വെഡ്ഡിങ്സ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളൊരു കേരളത്തിൽ തന്നെ ആ ഒരു പാലസ് റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു തീമിലുള്ള ആംബിയൻസും അതിലുള്ള ആവശ്യമുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് വരുന്ന NRIs ഫാമിലീസിന് കൂടുതലും പണ്ടുള്ള ട്രഡീഷണൽ കൾച്ചറിലുള്ള വെഡ്ഡിങ്സ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ കൾച്ചറിലേക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ വെഡ്ഡിങ്സ് ചെയ്യാറുണ്ട്. കളർ തീം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആംബിയൻസ് ലൈറ്റ് ആ ഒരു രീതിയിലുള്ള കളറിലുള്ള ആംബിയൻസ് ലൈറ്റ് യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ സ്റ്റേജിലേക്ക് ഉപയോഗിക്കുന്ന ഫ്ലവറിൻ്റെ കോമ്പിനേഷൻ ആ ഒരു തീമിലുള്ള കളറായിരിക്കും. സെൻറ്റർ പീസസ് ഇപ്പം കളറിൽ കോളർ റെഡ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ഉപയോഗിക്കാത്തൊരു കോമ്പിനേഷനിലുള്ള കളറാണ്. ആ ഇത് വരുന്ന സമയത്ത് കേക്കിൻ്റെ കേക്കിൻ്റെ ഡിസൈനിങ്ങിലുള്ള കളറും, അതായത് കേക്കിൻ്റെ കളർ ആ ഒരു കോറൽ റെഡ് കളറ്, ബാക്കിയുള്ള സെൻറ്റർ പീസസ്, ബൊക്കെ, ഗാർലൻഡ്, അതെല്ലാം ആ ഒരു തീമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാറുണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടി കാണാം.